എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. കഴിഞ്ഞ ദിവസം വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഇഡ്ഡലി വീടുകൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപടി ചെയ്ത് ഒരുപാട് പേര് നല്ലൊരു അഭിപ്രായം എനിക്ക് തന്നിരുന്നു. ആ ഒരു അഭിപ്രായം മാനിച്ച് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീടുകളിൽ ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. കണ്ണിന് കാണാനായിട്ട് മനോഹരവും കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമുള്ള പെർഫെക്റ്റ് ദോശ വീടുകളിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ദോശയ്ക്കുള്ള അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇന്ന് ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇഡ്ഡലി റൈസ് മാത്രം വെച്ച് ദോശ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ചോറോ അവിലോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 1/2 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളതും. അരി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുതിർന്ന് വരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി മാറ്റി വയ്ക്കണം. അരി കുതിർത്തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 ഗ്ലാസ് അളവിലാണ് അരി എടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് അളവിൽ തന്നെ ഉഴുന്നെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ഉഴുന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉഴുന്നിന്റെ ക്വാളിറ്റിയും പ്രധാനമാണ്. ഇതുപോലെ ഉരുണ്ട ഉഴുന്നും നല്ല വലിപ്പമുള്ള ഉഴുന്ന് വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ദോശയും ഇഡ്ഡലിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്നിലേക്ക് ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെ 1/2 ഗ്ലാസ് ചവ്വരി കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർക്കാം. ഇഡ്ഡലി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും അളവിൽ ഉലുവ ചേർക്കേണ്ടി വരില്ല, പക്ഷേ ദോശയ്ക്കാകുമ്പോൾ ഉലുവ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് വീണ്ടും നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തുറന്നു നോക്കും. നല്ലതുപോലെ കുതിർന്നിട്ടുള്ള ചവ്വരിയും ഉഴുന്നും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചുകൂടി എടുക്കാം. ആദ്യമേ നമുക്ക് ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊരു 2-3 തവണകൾ കൊണ്ടാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അത് നല്ല വെണ്ണ പോലെ തന്നെ വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ടും. അരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്ന് കുതിർത്തിയ അതേ വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടതും. അങ്ങനെ നല്ല വെണ്ണ പോലെ അരച്ച മാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള മാവ് പാത്രത്തിലേക്ക് മാറ്റിയാൽ പിന്നെ നമുക്ക് അരി കൂടെ ഇതിലേക്ക് തന്നെ അരച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ മാവ് മുഴുവനും അരച്ച് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയും കൂടെ യോജിപ്പിക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. 2-3 മിനിറ്റ് നേരമെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പുളിച്ചു വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിന്ന് വൈകിട്ടാണ് മാവ് അരച്ച് വെക്കുന്നത്. ഇനി നാളെ രാവിലെയാണ് മാവൊന്ന് തുറന്ന് നോക്കുന്നതും. അപ്പോൾ ഇനി മാവൊന്ന് പുളിച്ചു വരട്ടെ. ഇനി പാത്രം ഒന്ന് മൂടി മാറ്റി വെക്കുവാണ്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ മൂടി വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി നിൽക്കുന്ന ഒരു പരുവത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടി നോക്കാം. നല്ല ഐസ്ക്രീം പരുവത്തിലാണ് മാവായി വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് നേരമൊന്നും മാവ് ഇളക്കിയൊന്നും പത പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ദോശയാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ മാവ് ലൂസാക്കി വേണം തയ്യാറാക്കാനായിട്ടും. ഇനി നല്ല തട്ട് ദോശയാണ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഞാനിന്ന് തട്ട് ദോശയാണ് തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. അതിനായുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നല്ലോണം ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയും കൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ലോണം മാവൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാനായിട്ടും. നിറയെ ഹോളുകൾ വന്ന് തുടങ്ങിയാൽ പിന്നെ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഒരുപോലെ മുരിഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് ദോശ പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ആദ്യ ദോശ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു തട്ട് ദോശ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടുമാറ്റാം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയും ഒരുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും ദോശ തയ്യാറാക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാര് ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന രുചിയും അധികം പുളിപ്പൊന്നും ഇല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കാൻ പറ്റിയ ദോശ ഇനി എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീടുകളിൽ തയ്യാറാക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.